കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഉൾപ്പെടെ 10 ഹർജികളാണ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ച് ഉൾപ്പെടെ ഇന്ന് സമർപ്പിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരിക്കാനുള്ള യോഗ്യത വിജയ്ക്കില്ല എന്ന് പറയുകയാണ് കോടതി. അതായത് ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും അവിടെ നിന്ന് ഓടിയൊളിക്കുകയാണ് വിജയ് ചെയ്തത്. ഒന്ന് പശ്ചാത്തപിക്കാനുള്ള മര്യാദ പോലും വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഇത് വിജയുടെ മാനസിക നില വ്യക്തമാക്കുന്നതാണ് എന്നുകൂടി കോടതി പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇത്രയും വലിയ ദുരന്തമുണ്ടാകുമ്പോൾ കോടതിക്ക് കാഴ്ചക്കാരനായിരിക്കാൻ ആവില്ല, കൃത്യമായിട്ടുള്ള നടപടിയെടുക്കാൻ കോടതി നിർബന്ധിതരാവുകയാണ്. ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് 2 ഹർജികൾ സമർപ്പിച്ചിരുന്നു. അത് രണ്ടും കോടതി തള്ളി. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയാണ് കോടതി ഇന്ന് ചെയ്തത്. അതായത് നോർത്ത് സോൺ IG ആയിട്ടുള്ള അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇത് അന്വേഷിക്കുമെന്ന് കോടതി തീരുമാനിച്ചിരിക്കുന്നു. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വിജയുടെ വാഹനമിടിച്ച് 2 ബൈക്കുകൾ ഈ പര്യടനത്തിനിടെ മറിഞ്ഞു വീഴുന്നത് വീഡിയോ പുറത്തു വന്നിരുന്നു. എന്തുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ടും പോലീസ് ഒരു നടപടി എടുത്തില്ല എന്നുള്ള ഒരു കാര്യം കൂടി കോടതി ചോദിക്കുന്നുണ്ട്. തമിഴ്നാട് പോലീസിന് അല്ലെങ്കിൽ സർക്കാരിന് വിജയോട് വിധേയത്വമാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉന്നയിക്കുന്നു. പോലീസിനെതിരെയും വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. കരൂർ SIയെ കൂടി ഈ കേസിൽ കക്ഷി ചേർക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വിജയെ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തിരിച്ചടിയായേക്കാവുന്ന ഒരു പരാമർശങ്ങൾ തന്നെയാണ് കോടതിയിൽ നിന്നുണ്ടായത്. ഇതോടൊപ്പം തന്നെ TVK നേതാക്കളായിട്ടുള്ള ബുസി ആനന്ദ്, അതുപോലെ തന്നെ നിർമ്മൽ കുമാർ, ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചു. അത് വിധി പറയുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ് നിലവിൽ കോടതി. ഏതായാലും കരൂരിലേക്ക് പോകാനാണ് വിജയ് തീരുമാനിച്ചിരിക്കുന്നത്. ആ വിഷയത്തിൽ കോടതിയുടെ അനുമതി ലഭിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.